കുട്ടിമണി മാണിക്യമംഗലത്തേക്ക് പോകുന്നതിന്റെ സന്തോഷം വയലോരം വീട്ടിൽ നിറയുമ്പോഴും സീതയുടെ മനസ്സിലെ ആധി കൂടി വരുന്നു. കുട്ടിമണി എവിടുന്ന് എങ്ങോട്ടും വിടണ്ടെന്ന എന്റെ അഭിപ്രായം. അതെന്താ താൻ അങ്ങനെ പറയുന്നത്? അവള് പോകുന്നത് കലയുടെ വീട്ടിലേക്കല്ലേ? എന്നാലും ഇവിടെ നോക്കുന്ന പോലൊക്കെ ഒക്കോ ബാലേട്ട അവിടെ. നീ കുട്ടിമണിയെ ദ്രോഹിക്കരുത്, ഒപ്പം കൊണ്ടുപോയി കുട്ടിമണിയെ ഉപദ്രവിക്കരുതെന്ന് മതികലയോട് അപേക്ഷിക്കാൻ വരെ സീത തയ്യാറായെങ്കിലും മതികലയുടെ മനസ്സു മാറ്റാൻ സീതയ്ക്കായില്ല. അവളുടെ കണ്ണുനീര് വീണ നിന്ന നിപ്പി നീ ദഹിച്ചു പോകും. സീതരത്തെ ഭയപ്പെടുത്തുകയാണോ? എനിക്ക് അവന്റെ മുഖം കാണണ്ട. മുഖം കാണണ്ടെങ്കിൽ നിങ്ങൾ മുഖം മൂടിയിട്ട് മനസ്സുജൻ മാണിക്യമംഗലത്തേക്ക് വരുന്നതിനെ മഹാദേവൻ എതിർക്കുന്നെങ്കിലും ജലജയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരും. അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. നിങ്ങൾക്കറിയാവല്ലോ മതിയെ. ഒടുവിൽ മനസ്സുജനും മതികലയും കുട്ടിമണിയെയും കൂട്ടി മാണിക്യമംഗലത്തെത്തുന്നു. തുടർന്ന് കാണുക. അച്ഛന മനസ്സുജനും കുട്ടിമണിയും വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം. അമ്മയുടെ കണ്ണിനെങ്ങനെയുണ്ട്? കുട്ടിമണി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നിങ്ങളിങ്ങനെ വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് വാ. ശരി, കയറിയിരിക്കും മക്കളെ. അച്ഛൻ എന്നെയും രവിയേട്ടനെയും ദുബായിലേക്ക് വിടാൻ എന്തോ പദ്ധതി ആലോചിച്ചെന്ന് ഞാൻ കേട്ടു. എന്റെ അച്ഛന്റെ മോളല്ലേ ഞാൻ. അച്ഛൻ മനസ്സിൽ കാണുമ്പോ ഞാനങ്ങ് മാനത്ത് കാണും. അച്ഛന്റെ ദുബായ് പരിപാടി എന്റെ അടുത്ത് നടക്കത്തില്ല കേട്ടോ. അങ്ങനെ പോയാൽ ഞാനും മനസ്സുജനും കൂടെ അങ്ങ് പോവും. അച്ഛന്റെ മരുമകനും മണ്ടിപ്പെങ്ങളും ഇവിടെ നിൽക്കും. അമ്മേ, എന്താടി? ഞാനൊന്ന് കമ്പനി വരെ പോവാ. രവിയേട്ടനെ അവിടെ ആക്കിയിട്ട് തിരിച്ചു വരും. രവിയേട്ടൻ കമ്പനിയൊക്കെ ഒന്ന് കാണട്ടെ. രവിക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. എന്ത് സംശയം? ഞാൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല രവിയേട്ടന്. അവളെ ആ കുട്ടിമണി ഇവിടെ ഇട്ട് പദം വരുത്തിയേക്കണം. അത് പിന്നെ നീ പറയണോടി മോളെ. എന്റെ കണ്ണു കളഞ്ഞവളല്ലേ അവള്. നോക്കിക്കോ, ഇവിടെ നിന്ന് വെള്ളത്തുണി പുതപ്പിച്ചേ ആ മുടിഞ്ഞതിനെ വയലോരം വീട്ടിലേക്ക് എടുക്കൂ. പറയുന്നത് മാണിക്യമംഗലം ജലജ. അതൊക്കെ എന്റെ പൊന്നമ്മയുടെ ഇഷ്ടം. പൊട്ടിത്തെറിക്കാൻ വല്ല സ്റ്റൗവോ പടർന്ന് കയറാൻ കുറച്ച് തീയൊക്കെ കണ്ടുവച്ചോണം കേട്ടോ. നമുക്ക് പറഞ്ഞു നിൽക്കേണ്ടതാ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്നോട് ആരും ഒന്നും ചോദിക്കില്ല. ആ ചെല്ല, രവി കാത്തുനിന്ന് മുഷിയല്ല. കുട്ടിമണി പൂ പറിച്ചോ. അയ്യോ കുട്ടു, അതൊന്നും പറിക്കാൻ പറ്റത്തില്ല. ടിവിയിൽ പൂവിന്റെ പടം കാണിക്കുന്നതാ. എന്നാ ആ പടത്തിന് എനിക്ക് പറിച്ചാ മതി. മനുഷ്യ നല്ല ഇഷ്ടമാണ്. പെണ്ണങ്ങ് മേളാങ്കിക്കാണല്ലോ. ഞാൻ മേളാങ്കിച്ചു അല്ല, ടി വി കാണുവാ. ആഹാ, അങ്ങനെ ഇപ്പൊ കാണണ്ട. നീ അപ്പുറത്തെങ്ങനെ പോയിരുന്നേ? എന്റെ വീട്ടിലെ റിമോട്ട് എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. എന്റെ കണ്ണ് കളഞ്ഞിട്ട് പോരാഞ്ഞ് എന്നോട് ഗുസ്തി പിടിക്കുന്നോടി ആനക്കുട്ടി. നീയാളി ആനക്കുട്ടി. ഞാൻ പറഞ്ഞതല്ലേ വഴക്കിനൊന്നും പോണ്ടെന്ന്. ഓങ്ങി ഓങ്ങി വെച്ചത് അവക്ക്. എന്റെ കണ്ണ് കളഞ്ഞതിന് വയലോരം വീട്ടിൽ വന്ന് കൊടുക്കേണ്ടതായിരുന്നു അവക്ക്. പോട്ടേന്ന് വെച്ചു ഞാൻ. ഇപ്പതാ വന്ന് എന്റെ തലേ കയറിയിരിക്കുന്നു. എന്താ മനസ്സിന് വിഷമം വന്നോ ഭാര്യ തല്ലിയപ്പോ? നീയെന്ന് പറഞ്ഞ് ജീവൻ കളയാൻ നിൽക്ക എന്റെ മോള്. അവളുടെ കണ്ണ് നനയാതിരിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പ പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്താലും
മനസ്സിജൻ എന്റെ കൂടെ നിൽക്കേണ്ടി വരും. ശ്ശോ, എന്താ സീതേ? അല്ല കുട്ടിമണി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമെന്നാ. കഴിക്കാതെ പിന്നെ അവളെന്താ ചോറും കറിയൊന്നും കണ്ടിട്ടില്ലാത്ത വീട്ടിലേക്കാണോ പോയത്? പിന്നല്ലാതെ കലമോൾ അവരുടെ തഞ്ചവും തരവും ഒക്കെ നോക്കി കൊടുത്തു കാണും. അവക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. ഓ പിന്നെ 5 കറിയും പഞ്ചാരല്ലയോ ചെന്ന് കയറുന്ന വീട്ടില്. നീ ഒന്ന് ചുമ്മാ ഇത് ശാരദേ. എന്തായാലും കുട്ടിമണി നിറച്ച് കഴിച്ചാ മതിയായിരുന്നു. എനിക്കിത് കേൾക്കുമ്പോഴാ താനിപ്പോ ഒന്ന് മാണിക്യമംഗലം വരെ ചെന്ന് നോക്കണം. അപ്പൊ കാണാം കുട്ടിമണി അവരെ എങ്ങനെയാ നോക്കുന്നതെന്ന്. പിന്നല്ലാതെ എന്താ നിനക്കൊരു മൗനം? ഏയ് ഒന്നുമില്ല. നിന്റെ ഭർത്താവ് എവിടെ? അത് ശരി, എന്റെ ഭർത്താവല്ലേ ഈ ഇരിക്കുന്നത്. നിന്റെ ഭാര്യ എവിടെ? എന്റെ ഭാര്യയല്ലേ ഈ ഇരിക്കുന്നേ. അത് കലക്കി. ആ നീ ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാമേ. ആ ആ എന്തേ അമ്മേ ആ ഭ്രാന്തി? എന്നോട് റിമോട്ടിന് കിടന്ന് ബലം പിടിച്ചു. ഞാൻ മോന്തക്കിട്ടൊന്ന് കൊടുത്തു. അപ്പുറത്തെങ്ങാണ്ടിരുന്ന് മോങ്ങുന്നുണ്ട്. അതെന്തായാലും നന്നായി. അല്ല എന്തിയാ രവി? ആ ഓഫീസിൽ നിപ്പുണ്ട്. പൊട്ടൻ ആട്ടം കാണും പോലെ നിക്കുക. ഒന്നും അറിയത്തില്ല അമ്മേ. അതെന്തായാലും നന്നായി. നിനക്കിവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാലോ. അമ്മ ചോറെടുക്ക്. ഇന്നാ ശരിക്കും എന്റെ വിരുന്ന്. ഞാനും മനസ്സിജനും ഒന്നിച്ചിരുന്ന് കഴിക്കണം. അതൊക്കെ എപ്പോഴേ റെഡി. നീ മനസ്സിജനെ വിളിച്ചോ. ആ വാ ഊണ് കഴിക്കാം. കുട്ടിമണി? ഓ അവള് കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ തൊണ്ടയും താഴോട്ട് ഇറങ്ങത്തുള്ളൂ. അതല്ല. എന്നാ വാ. ഇരിക്കുമോനെ. എന്റെ അമ്മോ, ശ്ശോ, ഒന്ന് മാറിക്കേ. ഓ, എനിക്കും കൂടെ ചോറായോ? ആഹാ കൊള്ളാലോ. ഇറങ്ങടിക്കോട്ടെ. എനിക്ക് വിശക്കുന്നു, എനിക്ക് ചോറ് വേണം. അയ്യടാ നിന്റെ വിശപ്പ്. മേശപ്പുറത്തെത്തി ഊട്ടാൻ പോവല്ലേ? എനിക്ക് വിശക്കുന്നു, ചോറ് തരാൻ പറ. എന്റെ അമ്മ അതിനപ്പുറത്തങ്ങനെ കൊണ്ടുപോയി ഇരുത്തി കൊടുക്ക്. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. എണീക്ക. അതവിടെ വെക്ക് 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 വെക്ക്. നിനക്ക് ചോറ് വേണോ? ചോറ് വേണോ? വാ എന്നാ എന്റെ കൂടെ വാ. വാ. എനിക്ക് ഇവിടെ ഇരുന്നാ മതി. ഇവിടെ ഇരുന്ന ഒരു കുന്തോ ഞാൻ തരാൻ പോകുന്നില്ല. എന്റെ കൂടെ വന്ന ചോറും കറിയും ഒക്കെ തരാം. എങ്ങനെ വരാം? എനിക്ക് നിറച്ചു തരണേ. ഇത് പണ്ടാര വയറ് നിറച്ച് തന്നേക്കാം. വാ ഇങ്ങോട്ട് വാ. വാ ഇതെല്ലാം അവിടെ കിട്ടുമോ? വരാൻ. ഇങ്ങോട്ട് വാ. നടക്ക്. അങ്ങോട്ട് നടക്ക്. നടക്കാൻ. ഇങ്ങോട്ട് വരാൻ. വാ വാ. നീയേ നീ ഇവിടെ നീ ഇരിക്ക്. ചോറ് തരാം. ഇവിടെ ഇരിക്ക്. നീ എന്താ ബഗന്റെ ജന്മമാണോ? നിന്റെ വയറ്റിൽ എന്താ കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ടോ? കുറച്ചു മുമ്പല്ല 5-8 ദോശ തിന്നത്. ആ തരാം. നീ ഒന്ന് കീറാതെ ഇവിടെ ഇരിക്കേ. എന്താ? എനിക്ക് ഇത്ര വലിയ മീൻ തരണേ. മീൻ മാത്രം ആക്കണ്ട. ഇറച്ചിയും മുട്ടയും എല്ലാം കൂടി ആയാലോ? പെട്ടെന്ന് കൊണ്ടുവരണേ. മുട്ട ഇത്രയും വലിയ 2 മിനിറ്റ് കടിച്ചു വെക്കും. എന്തിയമ്മ അവള്? അയ്യോ പുറത്തിരിക്കുന്നു. വിശന്നിട്ട് ചാവാൻ പോകുന്നെന്ന് പറഞ്ഞു. എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. ആ ഇങ്ങോട്ട് വരാതെ നോക്കണം. ശരി. കഴിക്ക്. എനിക്കിപ്പോ ചോറ് കിട്ടുമല്ലോ, മീൻ കിട്ടുമല്ലോ, കൂടാനും കിട്ടുമല്ലോ. ഞാനിപ്പോ തിന്നു തീർക്കല്ലോ. കുട്ടിമണിക്ക് ചോറ് കിട്ടിയിട്ടുണ്ടനക്കാടൻ. കുട്ടിമണിക്ക് മീൻ കിട്ടിയിട്ടുണ്ടനക്കാടൻ. കുട്ടിമണിക്ക് കൂട്ടാൻ കിട്ടിയിട്ടുണ്ടനക്കാടൻ. ഓ എന്ത് വെച്ചിട്ട് എന്റെ അമ്മ കൊണ്ടാ കൊണ്ടാ. കഴിക്ക. ഇനി വൈകിട്ടേ ഉള്ളു വല്ലതും. കഴിച്ചോ.
എന്തൊരു വലിയ മീനാ. ഓ, ഇത് കൊതിയാവുന്നു. ദാ. അല്ലേ? പിന്നെ അയാൾ പോയിട്ട് വേറൊന്ന് വാങ്ങിട്ടു. ഒന്നും പറയാതിരിക്കുന്നതല്ലോ. ചുമ്മാ ചിരിപ്പിക്കല്ലേ. വെള്ളം കുടിക്കുക. നീ രാത്രിയിൽ ആരെ വിളിക്കാൻ പോവാ? വീട്ടിലേക്കൊന്ന് വിളിക്കാനാ, ബാലേട്ടനെ വിളിക്കാൻ. ഇപ്പൊ വിളിച്ച് എന്തോ വിശേഷം പറയാനാ? 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടല്ലേ ചെല്ലുന്നത്. രവിയേട്ടന് പിന്നെ വീണിടം വിഷ്ണുലോകം. എനിക്കങ്ങനെ അല്ലല്ലോ. ഉം. ഞാൻ എന്തായാലും ബാലേട്ടനൊന്ന് വിളിക്കുക. ഹലോ, ഇത് മിസ്റ്റർ ബാലചന്ദ്രനല്ലേ? ഇതാരാ വിളിക്കുന്നേ? ഞാനേ ബാലേട്ടന്റെ അനിയത്തിയാ. പേര് മതികല എന്നാ. ആ, കലമോളെ. അമ്മേ, ആ ദേ മാണിക്യമംഗലത്തുനിന്നാ. മതികലേ അമ്മേ. ഓ ഹലോ മോളെ, സുഖല്ലേ നിനക്ക്? കലമോളാണോ? കലമോള, ഒന്നിങ്ങോട്ട് കലമോള. തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ. കുട്ടിമണി എന്തേ? ഒന്നിങ്ങോട്ട് താ. കലമോളെ, നിങ്ങൾ എന്നാ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഈ വീട് ഉറങ്ങിപ്പോയതുപോലെയാ. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വരും അപ്പച്ചിയമ്മേ. അല്ല, ആ പെണ്ണെന്തിയേ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, ഒരു കുഴപ്പമില്ല. അവിടത്തെക്കാളും നല്ല മിടുമിടുക്കിയായിട്ടാ ഇവിടെ ഇരിക്കുന്നത്. മോളുടെ അമ്മയായിട്ട് അവള് വഴക്കൊന്നുമില്ലല്ലോ. ആ പാവത്തിന്റെ കണ്ണടിച്ച് പൊട്ടിച്ചവളാ അവള്. അതുകൊണ്ട് ചോദിച്ചതാ. അതൊന്നും സാരമില്ല അപ്പച്ചിയമ്മേ. അമ്മ അതൊന്നും മനസ്സിൽ വെക്കാറില്ല. കുട്ടിമണിയെന്ന് വെച്ചാ അമ്മയ്ക്കിപ്പോ ജീവനാ. ആണോ? ഓ, എന്തായാലും നിങ്ങൾ പെട്ടെന്ന് ഇങ്ങ് വാ. കാണാഞ്ഞിട്ട് എന്റെ കണ്ണ് കഴിക്കുന്നു. ശരി അപ്പച്ചിയമ്മേ. ശരി മോളെ. അല്ല, ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓർത്തത്. നാളെയല്ലേ മറ്റേ ബിസിനസ് മീറ്റിന് പോകേണ്ടത്. ഒറ്റയ്ക്ക് പോവാതെ ഞാൻ മനസ്സിനെ കൂടെ അങ്ങ് കൂടെ കൂട്ടിയാലോ? എന്തിന്? അല്ല, മനസ്സിന് എന്തറിയാം ബിസിനസിനെ പറ്റിയും മീറ്റിങ്ങിനെ പറ്റിയൊക്കെ? എന്നാലും ഒരു കൂട്ടിന്. എന്തു കൂട്ട്? രവിയേട്ടന്റെ കുഴപ്പം ഇതാ, ഓരോരുത്തരെയും അവരവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് നിർത്തണം. അല്ല, ഞാനൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്നൊന്നും അല്ല. മനസ്സിനെ നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല. പക്ഷേ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോ രവിയേട്ടൻ ഒറ്റയ്ക്ക് മതി. അല്ലെങ്കിൽ കാണുന്നവര് കരുതും രവിയേട്ടൻ എപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണമെന്ന്. അച്ഛൻ തന്നെ എന്ത് കരുതും? ആ, അതും ശരിയാ. അപ്പൊ ഞാൻ തന്നെ അങ്ങ് പോവാല്ലേ? മനസ്സിന് ഇവിടെ നിൽക്കട്ടെ. പിന്നെ അല്ലാതെ, മനസ്സിനിപ്പോ വന്ന് ബിസിനസ് മാനേജ്മെന്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ നിൽക്കട്ടെ മനസ്സിജൻ. എനിക്കോ അമ്മയ്ക്കോ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ വണ്ടി ഓടിക്കാൻ ഒരാൾ വേണ്ടേ? ഓ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ.
നീ എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആ നാശം പിടിച്ചതിനെ എവിടെ കൊണ്ട് കിടത്തും? ആരെ? കുട്ടിമണിയെ? അല്ലാതെ എന്റെ അമ്മയുടെ കാര്യമാണോ? അവളെ ഏതെങ്കിലും മുറി കിടത്താം. അല്ലേ അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ കിടക്കട്ടെ. ഭർത്താവ്? ദേ അമ്മ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടോ. എങ്കിൽ നീ പറ, അവളെ എവിടെ കിടത്തണോന്ന്. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളല്ലേ തീരുമാനിക്കുന്നത്. എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചത് അവള്. അവളെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സ്റ്റോർ റൂമില്ലേ, അതിനകത്ത് പിടിച്ചു കിടത്താം. എടി, അതിനകത്ത് മൊത്തം പാറ്റിയും പഴുതാരയോ? പാമ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം. എന്തായാലും നിറയെ ചിലന്തിയുള്ള മുറിയായിരിക്കണം. ചിലന്തി എന്ന് പറഞ്ഞ മരണഭയമാ പെണ്ണിന്. ആഹാ, അത് കൊള്ളാലോ. ആണെന്നേ, ഒരു ദിവസം 8 കാല് തലേ കയറിയെന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു അവിടെ. ആ, എന്നാ പിന്നെ നമ്മുടെ സ്റ്റോർ റൂമിൽ തന്നെ പായ വിരിച്ചു കൊടുക്കും. രാത്രിയിലെങ്ങാനും രവി വരുവോടി? എവിടെ? ഞാൻ പറയുന്നതിന് 1 ഇഞ്ച് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതാ രവിയേട്ട്. ആ, അങ്ങനെ വേണം. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനെ നിന്റെ ഭർത്താവാക്കിയതേ അവന് നിന്നെ അനുസരിപ്പിക്കാനല്ല, നിനക്ക് അവനെ അനുസരിപ്പിക്കാനാ. എന്നാ പിന്നെ ഞാൻ ആ പെണ്ണിനെ അപ്പുറത്ത് കൊണ്ടുപോയി കിടത്താം. ചെലന്തി എല്ലാം കൂടി അങ്ങ് തിന്നാ മതിയായിരുന്നു, നാശം പിടിച്ചതിനെ. ശാരദേ, നാളത്തേക്കുള്ള മാവ് അരച്ചു വെച്ചോ? വെച്ചല്ലോ നാത്തൂനെ. കുട്ടിമണി നാളെ വരുവോ? നാളെ വരില്ലായിരിക്കും. അല്ല, ഈ ജാതകത്തിൽ ഒത്തിരി കാര്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ ശാരദയെ മനസ്സിലായത്. അതെന്താ നാത്തൂനെ പെട്ടെന്നൊരു തിരിച്ചറിവ്? അല്ല, കുട്ടിമണി ജനിച്ചപ്പം അഷ്ടൈശ്വര്യങ്ങളുമുള്ള മഹാലക്ഷ്മി എന്നല്ലേ കണിയാൻ പറഞ്ഞത്. എനിക്കിപ്പോ തോന്നുവാ അത് നേരാണെന്ന്. നമ്മൾ കാണുന്നൊന്നും അല്ലല്ലോ അപ്പച്ചിയമ്മേ സത്യം. അതെന്നാ കൊച്ചെ നീ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത്? അല്ല, അവക്കിപ്പം നല്ലതല്ലയോ? സഞ്ചരിക്കാൻ കാറിന് കാറ്, ഇഷ്ടമുള്ള ഭക്ഷണം, പിന്നെന്താ വേണം? ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അപ്പച്ചിയമ്മേ. ആ, ഇതിനെല്ലാം നന്ദി പറയേണ്ടത് ദൈവത്തിനല്ല, ആ പെങ്കൊച്ചിനാ, കലമോക്ക്. ആ പെണ്ണെ, ഞാൻ കലമോളെ പറ്റി പറയുമ്പോഴേ നിനക്ക് വിഷമമൊന്നും തോന്നണ്ട. എനിക്ക് 2 പേരും ഒരുപോലെയാ. 2 കണ്ണുണ്ടെങ്കിലല്ലേ എല്ലാം നന്നായി കാണാൻ പറ്റൂ. എനിക്കങ്ങനെ കുശുമ്പൊന്നുമില്ല അപ്പച്ചിയമ്മേ. പിന്നെ മതികല അല്ല, കലമോള് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ കൂടുതൽ അറിഞ്ഞാലേ അപ്പച്ചിയമ്മയ്ക്ക് കലമോളോടുള്ള സ്നേഹം കൂടുമെന്നും എനിക്കറിയാം. കഴിക്കും മക്കളെ. ഇതോ മതിയമ്മേ. അയ്യോ, മതി മതിയമ്മേ. കഴിക്ക്. ചിക്കൻ കറി നല്ല അസലായിട്ടുണ്ട്. അമ്മ അല്ലെങ്കിൽ നല്ല പാചകക്കാരിയാ, പക്ഷെ തോന്നണം എന്തെങ്കിലും ഉണ്ടാക്കാൻ. കഴിക്ക്. എന്തായാലും ഞാൻ വന്നപ്പോ തോന്നിയല്ലോ, സന്തോഷം. കഴിക്ക്. ചപ്പാത്തി ഉണ്ടല്ലോ. നാശം പിടിച്ചത് കൊതി വെച്ചെല്ലാം കൊളവാക്കി. ഇതിനെ പിടിച്ച് കൂട്ടിയിടുക വേണ്ടത്. അത് കോഴിയൊന്നും അല്ല കൊച്ചെ. വെക്ക, നീ അവിടെ എങ്ങനെ പോയിരിക്കും. എനിക്ക് ചെറിയ വലിയ ഇഷ്ടമല്ലോ. ഇത് വലിയ കഷ്ടമായല്ലോ. എന്താന്ന് വെച്ചാ ചെയ്യമ്മേ. ഇങ്ങോട്ട് വാ. കോഴിയുടെ ഒരു കഷ്ണം ഇങ്ങോട്ട് വാ. നിനക്കേ കോഴിയല്ല, നല്ല തൊഴിയാ തരേണ്ടത്. നീ അപ്പുറത്തേക്ക് വാ, ഞാൻ ചപ്പാത്തി തരാം. തരാന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വാ. ചപ്പാത്തി കോഴീനെ എനിക്കൊന്ന് കൊണ്ട് തരോ? വിശന്നിട്ട് വയ്യ. കഴിക്കും. ഇതിലെ കഷ്ണമൊന്നും കാണുന്നില്ലല്ലോ. ഇതേ കഷ്ണമില്ലാത്ത കോഴിയാ. മര്യാദക്ക് തിന്നാൻ നോക്ക് പെണ്ണെ, അല്ലെങ്കിലേ നിന്റെ തല വഴിയെടുത്ത് തട്ടും ഞാൻ. എന്റെ ഒരു കുഞ്ഞു കഷ്ണം തരോ? എന്നാ പിന്നെ നീ ഇതും തിറ്റണ്ട. ഇത് മതി. എന്നെ ഇത് എവിടോട്ടാ കൊണ്ടുവന്നേ? നരകത്തിലേക്ക്. നിനക്ക് കിടക്കാനുള്ള മുറി കാണിക്കാനാ. ഞാൻ മനസ്സിന്റെ കൂടെ കിടന്നോളാം. പിന്നെ പേടി. നിന്നെ ഞാനൊരു കടുകിനകത്ത് എടുത്തു വെക്കാം, പേടി മാറാനായിട്ട്. മിണ്ടാതെ കിടന്നോണോ അവിടെ. ഇതിലെ കഷ്ണമൊന്നും കാണുന്നില്ലല്ലോ. ഇതേ കഷ്ണമില്ലാത്ത കോഴിയാ. മര്യാദക്ക് തിന്നാൻ നോക്ക് പെണ്ണെ, അല്ലെങ്കിലേ
നിന്റെ തല വഴിയെടുത്ത് തട്ടും ഞാൻ. എന്റെ ഒരു കുഞ്ഞു കഷ്ണം തരോ? എന്നാ പിന്നെ നീ ഇതും തിന്നണ്ട. ഇത് മതി. നല്ല രുചിയുള്ള ചാറാ. കഷ്ണം ഇല്ലല്ലോ, കഴിക്കാനൊക്കെ പറ്റും. എനിക്ക് നാളെ കോഴിനെ കിട്ടൂലോ. എന്നെ ഇത് എവിടോട്ടാ കൊണ്ടുവന്നേ? നരകത്തിലേക്ക്. ഇങ്ങോട്ട് നടക്ക പെണ്ണേ. അയ്യോ, എനിക്ക് നരകം പേടിയാ. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടേ നരകത്തിൽ നമ്മൾ എണ്ണയിലിട്ട് വറക്കുന്നു. ആ, അത് തന്നെയാ ചെയ്യേണ്ടത്. ഓ, നിനക്ക് കിടക്കാനുള്ള മുറി കാണിക്കാനാ. ഞാൻ മനസ്സിന്റെ കൂടെ കിടന്നോളാം. അത്തരം പുന്നാരിക്കലൊന്നും ഇവിടെ പറ്റൂല. ഇവിടെ നീ ഒരിടത്ത് കിടക്കും, മനസ്സിന്റെ വേറൊരിടത്ത് കിടക്കും. അതെന്താ അങ്ങനെ? ആ, അതിപ്പോ അങ്ങനെയാ. വാ ഇങ്ങോട്ട് വരാൻ. വാ. ഇതാണ് നിന്റെ മുറി. മിണ്ടാതെ മര്യാദക്ക് ഇവിടെ ചുരുണ്ടോണം, അല്ലെങ്കിൽ എന്റെ തനിനിറ നീ കാണും. 8 കാലി 10 കാലി ഒന്നുമില്ല. ഇവിടെ കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ പേടി. നിന്നെ ഞാനൊരു കടുകിനകത്ത് എടുത്തു വെക്കാം, പേടി മാറാനായിട്ട്. മിണ്ടാതെ കിടന്നോണോ അവിടെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. പറഞ്ഞേക്കും. ഓ, അങ്ങോട്ട്. വീട്ടിലേക്ക് തിരിച്ചു പോവാനേ തോന്നുന്നില്ല. നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാലോ? നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ആളെ ഞാൻ കല്യാണം കഴിച്ചു. നിങ്ങൾ ജയിച്ചു. കുട്ടിമണിയെ ഞാൻ ബുദ്ധിയുള്ളവളാക്കും. ഇതിലേ കഷ്ണമൊന്നും കാണുന്നില്ലല്ലോ. ഇതേ കഷ്ണമില്ലാത്ത കോഴിയാ. മര്യാദക്ക് തിന്നാൻ നോക്ക് പെണ്ണെ, അല്ലെങ്കിലേ നിന്റെ തല വഴിയെടുത്ത് തട്ടും ഞാൻ. എന്റെ ഒരു കുഞ്ഞു കഷ്ണം തരോ? എന്നാ പിന്നെ നീ ഇതും തിന്നണ്ട. ഇത് മതി. നല്ല രുചിയുള്ള ചാറാ. കഷ്ണം ഇല്ലല്ലോ, കഴിക്കാനൊക്കെ പറ്റും. എനിക്ക് നാളെ കോഴിനെ കിട്ടൂലോ. എന്നെ ഇത് എവിടോട്ടാ കൊണ്ടുവന്നേ? നരകത്തിലേക്ക്. ഇങ്ങോട്ട് നടക്ക പെണ്ണേ. അയ്യോ, എനിക്ക് നരകം പേടിയാ. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടേ നരകത്തിൽ നമ്മൾ എണ്ണയിലിട്ട് വറക്കുന്നു. ആ, അത് തന്നെയാ ചെയ്യേണ്ടത്. ഓ, നിനക്ക് കിടക്കാനുള്ള മുറി കാണിക്കാനാ. ഞാൻ മനസ്സിന്റെ കൂടെ കിടന്നോളാം. അത്തരം പുന്നാരിക്കലൊന്നും ഇവിടെ പറ്റൂല. ഇവിടെ നീ ഒരിടത്ത് കിടക്കും, മനസ്സിന്റെ വേറൊരിടത്ത് കിടക്കും. അതെന്താ അങ്ങനെ? ആ, അതിപ്പോ അങ്ങനെയാ. വാ ഇങ്ങോട്ട് വരാൻ. വാ. ഇതാണ് നിന്റെ മുറി. മിണ്ടാതെ മര്യാദക്ക് ഇവിടെ ചുരുണ്ടോണം, അല്ലെങ്കിൽ എന്റെ തനിനിറ നീ കാണും. 8 കാലി 10 കാലി ഒന്നുമില്ല. ഇവിടെ കിടന്നുറങ്ങാൻ നോക്ക്.
പിന്നെ പേടി. നിന്നെ ഞാനൊരു കടുകിനകത്ത് എടുത്തു വെക്കാം പേടി മാറാനായിട്ട്. മിണ്ടാതെ കിടന്നോണോ അവിടെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും പറഞ്ഞേക്കും. ഓ